ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയവരുടെ ഇടയിലാണ് ലളിതമ്മയെ കണ്ടത്. കാഴ്ചമങ്ങിയ കണ്ണുകളും കയ്യിലൊരു വടിയുമായി അമ്മ എത്തിയത് ആവതുള്ള കാലത്ത് ശുചീകരണ തൊഴിൽ ചെയ്തുണ്ടാക്കിയ തന്റെ പണം തിരികെ വാങ്ങാനാണ്. 50,000 രൂപ വിട്ട് അത് ഞാൻ കോവിൽ തൂത്ത പൈസയാണ്. അല്ലാതെ എനിക്ക് സമ്പാദ്യം ഒന്നുമില്ല, മക്കളില്ല. നമ്മളെ ചെമ്പണി ഗുരുകുലം കോവിൽ തൂത്ത പൈസ. ആദ്യം ഞാൻ തൂക്കാൻ കയറിയപ്പോൾ 500 രൂപ. അത് കഴിഞ്ഞ് എനിക്ക് 3000 രൂപയായി. 500 രൂപയപ്പോൾ എൻ്റെ ചെലവിനേ ഉള്ളൂ. 3000 രൂപ ആയപ്പോൾ എനിക്ക് പെൻഷനും കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് 5000 ഇതാണ് കൊണ്ടിട്ട് ഇത്രയും ആക്കിയത്. മക്കളില്ല, ഭർത്താവ് മരിച്ചു. വാർദ്ധക്യകാലത്തെ ചികിത്സയ്ക്കായാണ് ഈ പണം കരുതി വച്ചിരുന്നത്. ഡയബറ്റീസ് ഉണ്ട്, BP ഉണ്ട്. ദിവസവും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര രൂപ കണ്ണിന് കാഴ്ച ഇപ്പം ശകലവുമില്ല. കഷ്ടം. അമ്മയ്ക്കിപ്പോൾ ഒറ്റ ആവശ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തന്റെ 50,000 രൂപ തിരികെ കിട്ടണം. എനിക്ക് ഏതെങ്കിലും എനിക്ക് ഒന്നും അറിഞ്ഞുകൂടെ ചെയ്യാം. എനിക്ക് എൻ്റെ പൈസ ഇങ്ങനെ വാങ്ങിച്ച് ആരെങ്കിലുമൊക്കെ സഹായിച്ച് എനിക്ക് പൈസ വാങ്ങിച്ച് തരും. ആരെങ്കിലുമൊക്കെ സഹായിച്ച്. എനിക്ക് എന്നെ കൊണ്ട് കഴിവില്ല. എൻ്റെ എന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങാനും ആരുമില്ല. ലളിതാമ്മ മാത്രമല്ല, ഇതുപോലെ ഒരു ആയുസ് കൊണ്ട് നേടിക്കൂട്ടിയതെല്ലാം ഈ ബാങ്കിൽ നിക്ഷേപിച്ചവർ ഒത്തിരിയുണ്ട്. ഇനിയും അവരും അവരുടെ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.